അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഈ കാണുന്നതാണ് കുന്നക്കാട് എന്ന് പറഞ്ഞ ഗ്രാമം. കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വളരെ ചെറിയൊരു ഗ്രാമമാണ്. അതുപോലെ നല്ല അരുവികളും മലനിരകളും ഒക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഗ്രാമമാണ്. നമ്മൾ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന് പറഞ്ഞ ഗ്രാമത്തെ പറ്റി പറയുന്ന പോലെ തന്നെ അതുപോലെ തന്നെ മനോഹരമായ മറ്റൊരു ഗ്രാമം കൂടിയാണ് നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയിലെ കൊന്നക്കാട് എന്ന് പറയുന്ന സ്ഥലം. അതുപോലെ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ കർണാടകയാണ്. കർണാടകയിലെ മൈസൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ പണ്ടുള്ള ആളുകൾ ഇവിടെ നിന്നുള്ള കൃഷി ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ കർണാടകത്തിലേക്ക് വിൽക്കാനൊക്കെ തലയിൽ ചുമന്നുകൊണ്ട് പോയിട്ട് ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടുള്ള അറിവ്. അതുപോലെ ഇവിടുന്ന് ഒരു 15-15 20 അറിയത്തില്ല, കുറച്ച് കിലോമീറ്റർ ദൂരത്തേക്ക് പോയി കഴിഞ്ഞാൽ കണ്ണൂർ കാസർഗോഡ് ബോർഡറാണ്. ചെറുപുഴ എന്ന് പറയുന്ന സ്ഥലമാണ് കണ്ണൂർ കാസർഗോഡ് ബോർഡർ. അപ്പോൾ ഈ ചെറുപുഴയിലൊരു പാലമുണ്ട്. അപ്പോൾ പാലം കടന്ന് ഇക്കരയ്ക്ക് വന്നു കഴിഞ്ഞാൽ കാസർഗോഡും പാലത്തിനക്കരെ കണ്ണൂർ ജില്ലയായിട്ടാണ് നമ്മൾ ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതുപോലെ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് നല്ല നല്ല റോഡുകളാണ്. എല്ലാ ഭാഗത്തേക്കും വണ്ടി കയറി ചെല്ലാവുന്ന രീതിയിലുള്ള നല്ല ടാർ ചെയ്ത റോഡുകളാണ്. അതുപോലെ ഈ അരുവിയുടെ ഭംഗി നമുക്ക് പറഞ്ഞാലും തീരില്ല കേട്ടോ. കാരണം അതുപോലെ നല്ല മനോഹരമായിട്ടാണ് നല്ല നല്ല വെള്ള കളറിൽ നല്ല വെള്ളമാണ് ഒഴുകി വരുന്നത്. അതുപോലെ ഈ കാണുന്നതാണ് കൊന്നക്കാട് ബസ് സ്റ്റാൻഡ്. ചെറിയൊരു സ്റ്റാൻഡാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോരുന്ന വഴിക്ക് ചെറിയൊരു വീഡിയോ കൂടെ നമ്മൾ എടുത്തതാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ചെറുപുഴയിലേക്ക് എത്തുകയാണ്. ഈ പാലത്തിൻ്റെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ പാലത്തിൻ്റെ ഇക്കര ഭാഗം നമ്മളിപ്പോൾ കാസർഗോഡ് ജില്ലയും, ഈ പാലം കടന്ന് നമ്മൾ അക്കരെ കയറുമ്പോൾ കണ്ണൂർ ജില്ലയുമാണ്. ഈ പാലം കടന്ന് അക്കരെ ചെല്ലുന്നത് ചെറുപുഴ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അത്യാവശ്യം നല്ലൊരു ടൗണാണ്, വലിയൊരു ടൗണൊക്കെയാണ്. ഗ്രാമം എന്ന് പറഞ്ഞാലും നല്ല ഒരുപാട് ആൾക്കാരും കടകളൊക്കെ ഉള്ളൊരു ഗ്രാമമാണ്.